നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകം തന്നെ ഒരു കുടക്കീഴിൽ എത്തുന്നതാണ് ദുബായിലെ ഗ്ലോബൽ വില്ലേജ്. ഗ്ലോബൽ വില്ലേജിൽ ഇന്ത്യ തുടങ്ങി പല രാജ്യങ്ങളും തമ്പടിച്ച് തങ്ങളുടെ കഴിവ് മികവ് പുലർത്തുന്നുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യയുടെ വിഭവങ്ങൾ ഏറെ പ്രശസ്തി ആർജിച്ചു വരികയാണ്. ത്രിപുരയിലെ നിർമഹൽ, ഉജ്ജയന്ത കൊട്ടാരങ്ങളുടെ തലയെടുപ്പുള്ള ഗ്ലോബൽ വില്ലേജ് ഇന്ത്യ പവലിയനിൽ സന്ദർശക പ്രവാഹം ഏറി വരികയാണ്. കേരളം മുതൽ കശ്മീർ വരെയുള്ള മേഖലകളിലെ സാംസ്കാരിക തനിമകളും രുചിക്കൂട്ടുകളും കാത്തിരിക്കുകയാണ് ഓരോ പ്രവാസികളെയും, അതോടൊപ്പം തന്നെ ഓരോ സ്വദേശികളെയും. വയനാടൻ തേയില, ഏലൻ, കുരുമുളക്, ഗ്രാമ്പൂ, ജാതിക്ക, അച്ചാറുകൾ, കറിക്കൂട്ടുകൾ എന്നിവയ്ക്ക് ആവശ്യക്കാർ ഏറെയുമാണ്. കരകൗശല വസ്തുക്കളുടെ വൻ ശേഖരവും ഇതിനോടൊപ്പം തന്നെയുണ്ട്. മൈലാഞ്ചി ഇടുന്നതിൽ വിദഗ്ധരായ ഗുജറാത്തി വനിതകൾ ഇത്തവണയും എത്തിക്കഴിഞ്ഞു. മേളയിലെ ഏറ്റവും വലിയ പവലിയനാണിതെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. 11,500 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഇവിടെ 193 കടകളാണുള്ളത്. കശ്മീരി ഷോളുകൾ, തുണിത്തരങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയവ വിദേശികളടക്കമുള്ളവരെ ആകർഷിച്ചു വരികയാണ്. ഓഫറുകളും ഇതിനോടൊപ്പമുണ്ട്. ഈ വർഷവും നല്ല കച്ചവടമുണ്ടെന്ന് ഇന്ത്യ പവലിയൻ CEO സുനിൽ ഭാട്ടിയ പറയുകയുണ്ടായി. ഒക്ടോബർ 29 ആരംഭിച്ച മേള ഏപ്രിൽ 4 വരെ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. പവലിയനിലെ സ്റ്റേജിൽ ആഴ്ചയിൽ 6 ദിവസവും വൈവിധ്യമാർന്ന പരിപാടികൾ അരങ്ങേറി വരികയാണ്. പ്രമുഖ കലാകാരന്മാരും സിനിമാ താരങ്ങളും എത്തുന്നുണ്ട്. വൈകിട്ട് 7:30 കലാവിരുന്ന്. പഞ്ചാബി, ഭാംഗ്ര നൃത്തം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഭരതനാട്യം, ഒപ്പന, തിരുവാതിര എന്നിവ വിവിധ ദിവസങ്ങളിൽ അരങ്ങേറുന്നു. പ്രകൃതിദത്തമായ നിറങ്ങൾ ഉപയോഗിച്ചുള്ള തുണിത്തരങ്ങളും വാങ്ങാനാകും. ഡൽഹിയിൽ നിന്നുള്ള ഗീതാ ശർമ്മയാണ് വൈവിധ്യമാർന്ന കോട്ടൺ തുണിത്തരങ്ങളുമായി എത്തിയത്. 100% കൈത്തറിയാണത്. ഇതോടൊപ്പം തന്നെ കേരളത്തിലെ ഓരോ വിഭവങ്ങളും പ്രവാസികളെ മനം വയ്ക്കുകയാണ്. കേരളത്തിന് ഇഷ്ടപ്പെടുന്ന ഒട്ടേറെ ഗൾഫ് പൗരന്മാരും ഇവിടേക്ക് ഓടിയെത്തുന്നുമുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.